എന്തായിരുന്നു ആദ്യം തോന്നിയത് ടൈറ്റിൽ കേട്ടപ്പോൾ? ഭയങ്കര സിങ്ക് ഉണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ. ഞാൻ ചെന്നു, അവർ പറഞ്ഞു തന്നു, ഞാൻ മര്യാദയ്ക്ക് പഠിച്ചു, ഞാനങ്ങ് ചെയ്തു. ജല്ലിക്കെട്ട് സിനിമയുടെ സീൻ ഞാൻ എടുത്തിട്ട് കണ്ടു. അതെങ്ങനെയാണ് അത് ആ ഒരു ഇതിലേക്ക് എത്തിയത്? ആക്ടർ എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ക്ലേ അല്ല, മറ്റുള്ളവർ എങ്ങനെ മോൾഡ് നമ്മുടെ സ്വപ്നത്തിൽ കിടക്കണം. സ്വപ്നത്തില് എന്റെ അറിവിച്ചൊക്കെയാണ് ശ്രീനിവാസൻ ചേട്ടൻ ആദ്യം എഴുതിയതും ആ സിനിമയുടെ ആ ഭാവം. ചെല്ലുമ്പോ തന്നെ മനസമാധാനം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഏത് ജോലിയിലാണ് രാജാവ്. ഇത് അതിന്റെ ചെറിയ കാര്യം. ഇവിടെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഏറ്റവും നല്ലൊരു മെമ്മറിയും തോന്നുന്ന ഒരു സംഭവം? അവിടെ നമുക്ക് ശരിക്കും ഒരു കരയാൻ, ഒരു ഒന്നും നെഞ്ചു വേദനിക്കാനുള്ള ഒരു സാധനം ഞാനും പുള്ളിയും കൂടെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമസ്കാരം. ഒരുമ്പെട്ടവൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിൽ അഭിനേതാക്കൾ നമ്മളോട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സുനിൽ സൂദ ആൻഡ് ജാഫർ ഇടുക്കി. നമസ്കാരം. നമസ്കാരം. അപ്പൊ സുനിലേട്ടാ, ജാഫർക്ക, ഈ ഒരു സിനിമ മൊത്തത്തിൽ എന്താ പറയാ, ഒരുമ്പെട്ടവൻ ഒരു സാധാരണക്കാരൻ, എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ആ ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞ ടൈറ്റിലാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക്, ഇപ്പൊ മലയാള സിനിമ പൊതുവേ നമ്മൾ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂഡിലോട്ട് വരുന്ന ഒരു സമയത്ത് ഈ ഒരുമ്പെട്ടവൻ സാധാരണക്കാരൻ എന്നൊരു ടൈറ്റിലില് നിങ്ങൾക്ക് എന്താണ് ആദ്യം ഈ ഒരു ടൈറ്റിൽ കേട്ടപ്പോൾ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്? എന്തോ ലൈക്ക് വാട്ട് വർ യു തിങ്കിങ്? എന്തായിരുന്നു ആദ്യം തോന്നിയത് ടൈറ്റിൽ കേട്ടപ്പോൾ? എനിക്ക് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആണെന്ന്. ഒരുമ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ല ഒരുമ്പെട്ടവൻ, പക്ഷെ സാധാരണക്കാരൻ്റെ ഒരു ഒരു ട്രാൻസ്ഫോർമേഷനാണ് അത്. ഇപ്പോഴും ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഒരുമ്പെട്ടവനാവും ഏതൊരു സാധാരണക്കാരനും. അത്തരം ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണിത്. ഞാൻ ഇതെന്നെ പറയുള്ളൂ, അതിനൊരു മറുപടി അതേ ഉള്ളൂ. ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നടന്നു പോകുന്ന ഒരു സിനിമ, സാധാരണക്കാരനാണ്, സാധാരണക്കാരന്മാരുടെ പടമാണ്. അതിനകത്ത് ആരാ ഒരുമ്പിട്ടവൻ എന്നുള്ള ഒരുമ്പിട്ടവൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുറപ്പാടൊക്കെ അതൊരു വലിയൊരു മുഹൂർത്തമാണ് സിനിമയിലത്തെ ഒരു ട്വിസ്റ്റ് ആക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതില് കാണിച്ചല്ലോ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം, അതും ഇതിന്റെ ഒരു കൗതുകത്തിന്റെ ഭാഗമായിരിക്കും. മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കേൾക്കാറുള്ള കുറേ ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് എടുക്കാമല്ലോ. പിന്നെ ചുമ്മാ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാകുന്നു, രാത്രി ഒന്നിച്ച് കള്ളു കുടിക്കാൻ പോയി, അവിടെ ചെന്നിട്ട് ഒരുത്തിന് ഒഴിച്ചു കൊടുത്തു, മറ്റവൻ കുപ്പി എടുത്ത് തലയ്ക്ക്, അതൊക്കെ നമുക്ക് അവിശ്വസനീയമല്ലേ ഇപ്പോൾ കൂട്ടുകാരെങ്ങനെയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റിയ ഒരു ഇതാണ്, പെൺകുട്ടികൾക്കൊക്കെ സ്വാതന്ത്ര്യമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമല്ലോ. പിന്നെ പ്രായം നോക്കാതെ 1.5 വയസ്സുള്ള കൊച്ചിനെയൊക്കെ എടുത്തിട്ട് ചുവന്നുകൊണ്ട് നടക്കുക കുറേ ആൾക്കാർ, 90 വയസ്സുകാരനും 50 വയസ്സുകാരനൊക്കെ. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടമൊക്കെ കൂട്ടിക്ക്. അതിലേതോ ഒരു വിഷയമാണ് ഈ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആ സംഭവം ജനുവരി 3-ന്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ ആക്ച്വലി എന്താ പറയാ, നല്ല ഫ്രണ്ട്സ് ആണ്. അങ്ങനെയല്ല, ഭയങ്കര സിങ്ക് ഉണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ. ഒരുപാട് കാലമായിട്ട് അറിയാവുന്നതിന്റെ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ ആയിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സിനിമകൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടാവില്ല, എന്നാലും അതില് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഏറ്റവും നല്ലൊരു മെമ്മറിയും തോന്നുന്ന ഒരു സംഭവം ജസ്റ്റ് ഒന്ന് പറയാമോ? കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഇപ്പോൾ ജനറേഷനിലുള്ളവരുടെ കഥകളൊക്കെ കേൾക്കുന്നത്. രണ്ടുപേരും ഒന്നിച്ചുള്ള ഞങ്ങൾ തമ്മില് അത് ആശാന് പറയാനുള്ള ആശാ പറഞ്ഞു എന്നെ പറയാൻ പോണെന്ന് എനിക്കറിയാം. മറ്റേത് അത് പറയും ജാഫ്രിക്ക പറയും. അത് ഞങ്ങള് അതൊക്കെയുണ്ട്. നമ്മുടെ വിനയൻ സാറിന്റെ 19-ാം നൂറ്റാണ്ട് സിനിമ ഞങ്ങൾ 3-4 ലൊക്കേഷൻ ഇട്ട് വള്ളത്തേൽ ഇങ്ങനെ വലിയ കെട്ടുവള്ളം കേട്ടിട്ട് അതിലാണ് ഷൂട്ട്. അപ്പോൾ ഈ കരം പിരിപ്പും അതും ഇതൊക്കെ കേട്ട് പിന്നെ പണ്ടത്തെ മുലക്കരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കരങ്ങളുണ്ടായി. അപ്പോൾ പിന്നെ ഇത് ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഈ ഇത് വിളംബരം അറിയിക്കാനായിട്ട് ഇങ്ങനെ വരുന്ന ഒരു സംഭവങ്ങളൊക്കെ എടുക്കണം. അതിന് അവിടെയുള്ള ആൾക്കാരാണ് ഞങ്ങൾ, ഈ കമ്പനി ടീം അവരുടെ രാജാവിൻ്റെ. അപ്പോൾ ഇദ്ദേഹവും അലൻ ഷേറിയറിനും കൂടി വള്ളത്തിൽ. അപ്പോൾ ഞാൻ ഈ ബോട്ടയിലുണ്ട്, ഈ ബോട്ടയിൽ എനിക്ക് അവിടെ വർക്കില്ലാണ്. ഈ അലൻ ഷേറിയറിനെ ഇങ്ങനെ വലിച്ചു കയറ്റി ഇങ്ങോട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് കൈ കൊടുത്തവൻ ചുമ്മാ ഇത് ഏതുപോലത്തുന്ന കുറേ ആഭരണമൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതെങ്ങനെ ഇതൊക്കെ ചുറ്റി വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് ചെന്നിങ്ങനെ ഇരുന്നു. അതിരുന്നപ്പം ടിനി ടോമോ ഇവിടെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, ഇത് ചേട്ടനിരിക്കുന്നു, ഇവിടെ നമ്മുടെ സുരേഷ് കൃഷ്ണചേട്ടൻ ഇരിക്കുക. അപ്പോൾ ഈ സുരേഷ് കൃഷ്ണചേട്ടൻ അതിൻ്റെ തലപ്പാവൊക്കെ വെച്ച് എന്തോ ഭയങ്കര ഒരു ഉദ്യോഗസ്ഥൻ പണ്ടത്തെ. ഇങ്ങനെ കുറേ മാലയൊക്കെ ഇട്ടേക്കുക, ഇങ്ങനെ മാലകൾ. അപ്പം അവിടെ ഇരിക്കുന്ന ടിനി ടോമും കുറേ മാലകൾ ഇട്ടേക്കുക. അപ്പം ഇദ്ദേഹത്തിന് 2 മാലയുള്ളൂ, ഒരു നൂല് പോലെ ഇങ്ങനെ.
ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഒരു കോള് വരുവാണ് പുള്ളിക്ക്, പുള്ളിയുടെ നാട്ടുകാരനെ കണ്ട. ഹലോ ചേട്ടാ ചേട്ടാ, ഞാനിപ്പം ഇവിടെ 19 സിനിമയിൽ വിളിക്കുക. ആ എന്താ വേഷം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങോട്ട് നോക്കിയിട്ട് ഒരു ഇടത്തരം രാജാവെന്ന്. രാജാവ് ഇത് അതിന്റെ ചെറിയ കാര്യം. ഇവിടെ നോക്കിയപ്പോ നല്ല കുക്കാണ്, അറിയില്ലേ ജാഫ്രിക്ക? അയ്യോ ഞാൻ കണ്ടു. ഞങ്ങള് പരീത് ഭണ്ഡാരി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ലൊക്കേഷനില്, അല്ല ജാഫ്രിക്ക, ഒരു വലിയൊരു തടാകം പോലത്തെ സ്ഥലത്തിന്റെ നടുവിലൊരു ഫ്രഷ് മീൻ നിന്ന് പിടിച്ചിട്ട് അപ്പം തന്നെ അദ്ദേഹം കറി വെച്ച് തന്നു. നമ്മൾ ചില സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കില്ല, മനസ്സിൽ നാവിലും നിൽക്കുന്ന ആ രുചി മാറിയിട്ടില്ല ഇപ്പോഴും. ഈ കുറുവയെ കുറച്ച് പക്ഷെ ഒന്നുമില്ല, അധികം മസാല ഇതൊന്നുമില്ല, പക്ഷെ ഭയങ്കരമായിട്ട് അത് എപ്പോഴും അത് നിൽക്കുന്നുണ്ട്. കുക്കിംഗ് ഭയങ്കര, കാരണം ഈ റീസെന്റ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മള് ഇൻസ്റ്റാഗ്രാം റീൽസ് നിറച്ച് കാണുന്നുണ്ട് ആ ഒരു. അതെ അതെ, പറയണ കേട്ടോ. എനിക്കാണെങ്കിൽ അത് നമുക്ക് വീട്ടിൽ നല്ല ആഹാരം മനുഷ്യന്റെ ഹൃദയത്തിലേക്കുള്ള വഴി ആമാശയത്തിൽ കൂടിയാണെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ഇതുണ്ട്, അങ്ങനത്തെ ആമാശയം തന്നെ നമ്മുടെ ഭക്ഷണത്തെ കൂടെ. ഭക്ഷണം അങ്ങനെ എനിക്ക് ആവേശം. അത് വളരെ അതിന്റെ ഒരു വളരെ മികച്ച ഉദാഹരണം. ഹൃദയത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം അങ്ങനെ നമ്മുടെ ഹൃദയത്തിലെത്തിയ ഒരാളാണ് ജാഫ്രിക്ക. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഭക്ഷണം, നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നെ. അതെ. അപ്പോ ഒരുമ്പെട്ടവനിലേക്ക് വരുമ്പോ എനിക്കിതിൽ സിനിമയിൽ പോസ്റ്ററിൽ എല്ലാത്തിലും ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ ആ കുട്ടിയാണ്, കാശ്മീർ. അപ്പോ ആ കുട്ടി കണ്ടിട്ട് പോസ്റ്ററിലാണെങ്കിൽ പോലും ലാസ്റ്റ് ആ ഒരു കുട്ടി ഓടിപ്പോകുന്ന ഒരു സീൻ, സോ അത് ഒരു ചെറിയ ഇതുപോലെ കാണാൻ പറ്റുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഷീസ് ഹാവിങ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദിസ് മൂവി. അപ്പോൾ ആ കുട്ടിയെ പറ്റി എന്താ പറയാനല്ലോ, കാരണം ആളുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പിംഗ് സോൺ ആണല്ലോ. സോ നിങ്ങൾക്ക് ഈ വളർന്നു വരുന്ന തലമുറ ഈ ചെറിയ കുട്ടികളെ കാണുമ്പോൾ എന്താ ലൈക്ക് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട്? കുട്ടികൾ നന്നായിട്ട് നല്ല പെർഫോം ചെയ്തായിരുന്നു. വലിയ അധികം ടേക്സ് ഒന്നും പോകാതെ തന്നെ വളരെ നാച്ചുറലി ഒരു ടാലൻ്റുള്ള കുട്ടിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ അങ്ങനെ ആളുകളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം അവർ സ്വാഭാവികമായി ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഇത്. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ അറിവ് വെച്ച് പറയുമ്പോൾ പലപ്പോഴും അത് മാച്ച് ചെയ്യാണ്ട് പോയി വരും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് അവരുടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അതാണ് വേണ്ടത്. നാച്ചുറലായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. കുറേ വലുത് നമ്മൾ അഭിനയം പഠിക്കാൻ പോയിട്ടാണ് പിന്നെയൊക്കെ കുറേ കൺഫ്യൂഷനൊക്കെ വരുന്നത്. ഇതുപോലെ കൺഫ്യൂഷനില്ല, കാരണം അവർ ഡെയിലി അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്കൂൾ ജീവിതത്തിലൊക്കെ ഉണ്ടാവുന്ന ചില മുഹൂർത്തങ്ങളൊക്കെയാണ് കാണിക്കാൻ പറ്റുക. വളരെ നന്നായിട്ട് പെർഫോം ചെയ്തായിരുന്നു. ഒരു മെയിൻ സ്ക്രിപ്റ്റിൽ മൊത്തം ലൈൻ കേട്ടപ്പോൾ ഫസ്റ്റ് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു എലമെന്റ് എന്തായിരിക്കും? ഇപ്പം ഈ പറഞ്ഞ കാശ്മീരുടെ സംഭവം എൻ്റെ ഇപ്പം സാറ് പറഞ്ഞില്ലേ, ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മളിപ്പം ചില കുട്ടികളെ നമ്മൾ അഭിനയിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറേ പറഞ്ഞു കൊടുത്തും ചില കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാതെ വരും, അങ്ങനെയുണ്ട്. പിന്നെ കുറേ പിള്ളേർ കരച്ചിൽ കൊടുക്കും, അവിടെ നിന്ന് അഭിനയിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കരച്ചിലും ബഹളവും അതൊക്കെ പ്രശ്നമുണ്ടാകും. ചെറിയ കുട്ടികൾ വലിയ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കാശ്മീരി എല്ലാ ഏരിയയും അറിയാം. അഭിനയമാണേലും സോങ് ആണേലും അതിൽ ഡാൻസ് ആണേലും അതിൽ എന്താണേലും അതിനകത്ത് ഒതുങ്ങിയിട്ട് പിന്നെ മറ്റുള്ളവർക്ക് ഒത്തിരി പണി വന്നില്ല. ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. ഗ്രാസ്പിങ് ആ പ്രായത്തിലെല്ലാം ഗ്രാസ്പ് ചെയ്ത് പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ ഇച്ചിരി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി തരും. അങ്ങനെയൊക്കെ ഒരു പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതാണ് സംഭവം. അവിടെ നിന്നുള്ള ഇത് സംഭവിക്കണേ. ഞാൻ ഫുൾ സ്ക്രിപ്റ്റിൽ ഞാൻ വരുന്ന ത്രൂ ഔട്ട് ക്യാരക്ടർ അല്ല, ഞാൻ അതിൽ വരുന്ന ഒരു പ്രിൻസിപ്പളായിട്ട് ഈ കാശ്മീരെ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ കൊടുത്തത്. അത് വളരെ ഞാൻ കുറേ അങ്ങനത്തെ ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വളരെ രസകരമായ കുറേ മുഹൂർത്തങ്ങളുണ്ട്, തമാശയുണ്ട് കുറേ അതിൽ. പിന്നെ അതേ പക്ഷേ ഇയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പുറമേ കാണിക്കുകയും പക്ഷേ ഭയങ്കര ആർദ്രമായ മനസ്സുള്ള ഒരു പ്രിൻസിപ്പളാണ്. കുട്ടികളുടെ പ്രശ്നമൊക്കെ കാണുമ്പോൾ നല്ല മനസ്സിലായിരുന്നുണ്ടെങ്കിൽ പുറമേക്ക് വളരെ ഒരു ടഫായിട്ടുള്ള ഒരാളായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ. പിന്നെ മറ്റേ കാര്യം പിന്നെ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ. ഞാനും ഈ ജാഫ്രിക്കയായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതാണ് അതിൻ്റെ വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത്തരം ആ ഒരു സ്ക്രിപ്റ്റിലെ ഈ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ എന്താ പറയുക, വളരെ ഇൻറ്റൻസീവായിട്ടും വളരെ രസകരമായിട്ടും നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതാണ് എനിക്ക് അതിനിടയ്ക്ക് നിന്ന് കയറും. പ്രൊഡ്യൂസർ പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അതായത് ശ്രീനിവാസൻ ചേട്ടനും മമ്മൂക്കായും കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സിൽ ഇരുന്നിട്ട് ഇൻട്രാക്ഷൻ കാണിക്കുന്നത്. കഥ പറയുമ്പോൾ
സ്റ്റേജിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പണ്ട് പഠിക്കാനായിട്ട് കിടക്കാൻ വേണ്ടി കിടങ്ങാൻ ആ സാധനം എടുത്ത് കൊടുക്കുന്നു ഇല്ലേ? അങ്ങനെയൊക്കെ അത് പറയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണേ? നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകല്ലേ? അതല്ലേ പടം. എൻ്റെ അറിവ് ശരിയാണ്, ശ്രീനിവാസൻ ചേട്ടൻ ആദ്യം എഴുതിയതും ആ സിനിമയുടെ ആ ഭാവം. അത് മനസ്സിലായില്ല. അത് കഴിഞ്ഞാൽ ബാലൻസ് മൊത്തം ഈ ബാർബു ഷോപ്പും ഒക്കെ കാണിച്ചുള്ള പരിപാടി ആദ്യം ഇതാ എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ അറിഞ്ഞത്. അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെയുള്ളൊരു സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ഡീസൻ്റ് ആയിട്ടൊരു സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് ഒരു പഴയ ഒരു കൂട്ടുകാരൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ തന്നെയായിരിക്കും അദ്ദേഹം എന്നെ ട്രീറ്റ് ചെയ്ത് ഏത് രീതിയിലായിരിക്കും. അവിടെ നമുക്ക് ശരിക്കും ഒരു കരയാൻ ഒന്നും നെഞ്ചു വേദനിക്കാനുള്ളൊരു സാധനം ഞാനും പുള്ളിയും കൂടെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആക്രി ഇറക്കി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു വലിയ സ്കൂളിൻ്റെ ഒരു അച്ചമ്മ എന്നെ കയറ്റിയിരുത്തി ഒന്ന് ആ മുഷിഞ്ഞ വേഷക്കാരനെ ഇരുത്തിയിട്ടുള്ള അതെന്തായിരിക്കും? അപ്പൊ അത് പുള്ളി പറയാത്ത പറയലെന്ന് പറഞ്ഞു കൊടുന്നു, അതാണ് പറയാത്തത്. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ. അപ്പൊ ഈ ഒരു ഇതിൽ പ്രിൻസിപ്പൾ ആണെന്ന് പറഞ്ഞു, പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റ് എന്ന രസകരമായിട്ടുള്ള കാര്യം എനിക്ക് അത് പറഞ്ഞപ്പോ ആദ്യം ഓർമ്മ വന്നത്, ഇപ്പൊ എത്ര ഒരു ഭയങ്കര പൊതുവെ സീരിയസ് ആയിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു ആ വ്യക്തിയെ എന്നൊരു റോള് ചേട്ടൻ എടുത്തു കഴിഞ്ഞാൽ അത് വല്ല ഭംഗിയായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു മറ്റേ പുണ്യാൾ നഗർപതി സിനിമയിലെ ജഡ്ജിയായിട്ട് എനിക്ക് ഈ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അത് ഓർമ്മ വന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് എല്ലാം ഭയങ്കര ഇച്ചിരി രസകരമായി കാണുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും മറ്റേ പോർത്തോഴിൽ എന്ന് പറഞ്ഞ സിനിമയിൽ യുടെ വില്ലൻ ക്യാരക്ടർ അത് അസലായിരുന്നു. കാരണം എന്നോട് ഇവര് വന്നപ്പോ ചേട്ടനാണ് ഇന്റർവ്യൂ എല്ലാരും പറയുകയും ചെയ്തു അതെന്തായാലും ഇത് കാരണം വില്ലൻ ക്യാരക്ടർ അല്ലെങ്കിൽ അതിൽ അത്രയും ബ്രൂട്ടലായിട്ടൊരു റോളിലോട്ട് ചെന്നപ്പോൾ ആ ഒരു അത് എങ്ങനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയത്? കാരണം പൊതുവെ ചെയ്തിട്ടുള്ളതൊക്കെ അത്ര രസകരമായിട്ട് ഇച്ചിരി ഫണി ആയിട്ടല്ലേ? അതെ അതേപോലത്തെ ക്യാരക്ടർ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അപ്പൊ ഒരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്നെ കണ്ടിട്ട് ആൾക്ക് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ടാലൻ്റ് ആണത്. അപ്പോൾ എനിക്ക് അതിന് ഒരു ചെറിയ പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി വായിക്കാനും പഠിക്കാനും. അയാൾ നന്നായിട്ട് അതിനെ പറ്റിയിട്ടുള്ള എനിക്കൊരു ഫീഡ്ബാക്ക് തന്നായിരുന്നു. നമ്മളെപ്പോഴും ഒരു ആക്ടർ നിലയ്ക്ക് നമ്മുടെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് കുറേ ഇൻപുട്സ് തരും. നമ്മുടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തിൽ വായിച്ച സംഭവങ്ങളും കണ്ട കാഴ്ചകളും കണ്ട സിനിമ നാടകമൊക്കെ വരും. പക്ഷേ ഇത്തരമൊരു ക്യാരക്ടർ ഇപ്പോൾ പ്രിൻസിപ്പാളും പള്ളിയിലച്ഛനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ജീവിതത്തിൽ. പക്ഷെ നമ്മളാരും ഒരു സീരിയൽ കില്ലറിനെ കണ്ടിട്ടോ അവരോട് ഇൻട്രാക്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഗ്രൗണ്ട് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കുള്ള സീരിയൽ കില്ലേഴ്സിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ ഉണ്ട് അമേരിക്കനിലൊക്കെ ഉള്ളവരൊക്കെ, അങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂസ് അങ്ങനത്തെ പ്രിപ്പറേഷനൊക്കെ. പിന്നെ ഇവരെന്നെ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്രൂവിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്കും കുറച്ചുകൂടെ തീർച്ചയായിട്ടും നമുക്ക് വളരെ സിനിമകളിലൊക്കെ അധികം നമ്മൾ ചെല്ലുമ്പോൾ സ്ക്രിപ്റ്റ് കിട്ടുന്നു, നമ്മളത് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ അവരെ ഓക്കെ എന്ന് പറയുന്നത് പോയിരുന്നു. വളരെ അപൂർവമായിട്ടാണ് അതിൻ്റെ പിന്നിൽ. ഞാൻ തിയേറ്ററിന് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളൊരു ക്യാരക്ടറിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ പിന്നിലൊരു സ്റ്റഡിയും അതിൻ്റെ പിന്നിലൊരു എഫേർട്ടൊക്കെ എപ്പോഴും എടുക്കാൻ സന്തോഷമുള്ളതും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മളൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായി പലപ്പോഴും സാധ്യമല്ല. പക്ഷേ ആദ്യത്തെ പല സിനിമകളിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഈ ചപ്പാക്കുരിശാണെങ്കിൽ ആമേനൊക്കെ സിനിമകളിൽ അങ്ങനെ വർക്ക് ചെയ്തത്. പിന്നെ നമ്മൾ തിരക്കാവുന്നു, എല്ലാവരും തിരക്കാവുമ്പോൾ അല്ല. പക്ഷെ അങ്ങനെ ഒരു വർക്ക് ചെയ്ത സിനിമയാണ് ഈ പുറത്തൊഴിൽ. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് അതിൽ കാണാം. ആക്ടർ എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ക്ലേ അല്ല, മറ്റുള്ളവർ എങ്ങനെ നമ്മളെ മോൾഡ് ചെയ്യുന്നു പഠിച്ചു. ജെല്ലിക്കെട്ട് സിനിമയുടെ സീൻ ഞാൻ എടുത്തിട്ട് കണ്ടു 2.5 മിനിറ്റ് അല്ലല്ല വീണ്ടും എടുത്തിരുന്ന് കണ്ടു എന്ന് പറഞ്ഞതാ. കാരണം വെച്ചാൽ അപ്പോഴാണ് നമ്മൾ ഈ ബീഫ് സംഭവങ്ങളൊക്കെ കയറി വന്നത്. അപ്പൊ ഞാൻ അത് വിട്ടു. പക്ഷെ ആ സീൻ എടുത്ത രീതി, കാരണം 2-2.5 മിനിറ്റ് കണ്ടിന്യൂസ് ഉണ്ട്, ഒരു കട്ട് പോലും വരാതെ അത് ഫുൾ അത്രയും നാച്ചുറൽ ഒറിജിനാലിറ്റിയോടെ അത് ചെയ്തു. അതിന്റെ ബാക്ക് സ്റ്റോറി എന്തായിരുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് ആ ഒരു ഇതിലേക്ക് എത്തിയത്, ഫൈനൽ ഫോം? ഞാൻ ചെന്നു, അവർ പറഞ്ഞു തന്നു, ഞാൻ മര്യാദയ്ക്ക് പഠിച്ചു, ഞാനങ്ങ് ചെയ്തു. ഏത് സീനാണത്? അത് ജെല്ലിക്കെട്ട് സിനിമയിലെ ഒരു 2-2.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സീൻ. അപ്പോഴാണ് ഈ ബീഫ് എന്ന് പറഞ്ഞ എലമെന്റ് ഒക്കെ കയറി വരുന്നത്. ഇടയ്ക്ക് പോയത് 2 അടിക്കുന്നു, തിരിച്ചു വരുന്ന അത് 2.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്നത്. പക്ഷെ ഒറ്റ കട്ട് പോലില്ല, ഫുൾ ഒറ്റ ഇതിലാകുന്നത്. അപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ത് ക്രൂ അവർക്ക് ടെക്നിക്കൽ ഇതുണ്ടാവും. പക്ഷെ ചേട്ടൻ അത് എങ്ങനെയാണ് അതിന് ഇൻടേക്ക് ചെയ്തത്? ലിജോ ജോസ് പല്ലിശ്ശേരി സാറിന്റെ പടത്തിലാണ് അഭിനയിച്ചിട്ടില്ല. ഞാൻ പോകുന്നു, അവിടെ ചെല്ലുന്നു. അപ്പോൾ അതിൽ ഗിരീഷ് ഗംഗാധരൻ സാറാണ് അതിൻ്റെ ക്യാമറ ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഭയങ്കര വേറൊരു മൂഡ്. നമ്മൾ ചെല്ലുന്ന സിനിമയുടെ അല്ല. അവിടെ വലിയ വർത്തമാനത്തിനൊന്നും ആൾക്കാർ നിൽക്കുന്നില്ല, വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല, സൈലൻ്റാണ്. അപ്പം തിരക്കിയപ്പോൾ അതൊന്നും അവിടെ വലിയ കാര്യമായിട്ട് വേണ്ട, നമുക്കിവിടെ പണിയാം എന്നുള്ള രീതിയിൽ നമ്മൾ ഒതുങ്ങിയിരുന്നു. ഇങ്ങനെ വന്നു, ചേട്ടാ ഇവിടെ വന്നിട്ട് പിന്നെ ചേച്ചി ചേട്ടൻ്റെ കെട്ടിയോളായിട്ട് അഭിനയിക്കുന്ന പിന്നെ ഇവിടെ ഒരു മോളായിട്ട് അവിടെ ഇരിക്കുന്ന കൊച്ച്
ഇവിടെ കറിവേപ്പില ഉറക്കും. ഇവിടെ വന്ന് ചേട്ടൻ ഇച്ചിരി ടച്ചിങ്ങിന് നാട്ടിൽ നമ്മുടെ ചേട്ടൻ ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് എവിടെ വന്നു ഇങ്ങോട്ട് വന്നു. ആ പെണ്ണ് അവിടെ ഇരിക്കുന്നു. ആ പെണ്ണെ നോക്കി നോക്കിയിട്ട് ആ ഗോണിയുടെ അടി വന്നു. ഒരെണ്ണം അടിച്ചു. തിരിച്ചു ഇവിടെ വന്നിട്ട് അവിടെ മറ്റേ അതിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നു. ലിസ്റ്റ് കൊടുത്തിട്ട് അകത്തേക്ക് ടച്ചിങ് കൊണ്ടിരുന്നത് മേടിച്ച് കൊടുത്ത് കേട്ട് ആ ജനലിൽ കൂടെ ഒന്നുകൂടെ നോക്കിയാൽ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു തന്നു. ഇയാളുടെ പുറകെ നടന്നത് കേട്ടിയാൽ ഇത് കേട്ട് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കി. അങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു നോക്കിയിട്ട് ഒന്നുകൂടെ ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ ഇങ്ങനെ ആ ശരിക്കും നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പണി കുറഞ്ഞു. ഞാൻ പേടിച്ചിരുന്ന സംഭവം ഇങ്ങനെ കാണിക്കും പോലെ കാണിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്താ കാണിച്ചത് അതാണ് ഞാൻ കാണിച്ചു വെച്ചത്. അങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അതൊരു 3 ടേക്കും കണ്ടെടുത്തതിന് 2ാമത്തെ ടേക്കാണ് അത് വെച്ചിരിക്കുന്നതെന്നും അറിയാം. ഇങ്ങനെയാണ് ആ സംഭവം. പക്കയായിരുന്നു സാറിന്. കാരണം നമുക്ക് 2.5 മിനിറ്റ് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഇതായിട്ടൊക്കെ പോയി. ഒരു കൺഫ്യൂഷനോ തപ്പ് തരലോ ഒന്നും കണ്ടില്ല. ക്ലീൻ അത് ഓൾസോ ഡയറക്ടർ പറഞ്ഞു തന്നതിന്റെയും അതിന്റെ ഒക്കെ ആയിരിക്കും. അപ്പോ നമ്മുടെ പറഞ്ഞു തരേണ്ട ആൾക്കാർ പറഞ്ഞു തന്നാൽ ഗ്രാസ്പ് ചെയ്യും. അല്ല ചുമ്മാ വന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും നമ്മുടെ മനസ്സിൽ കയറില്ല. അത് ഇതാണ് ചെല്ലുമ്പോൾ തന്നെ മനസ്സമാധാനം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഏത് ജോലിയിലാണ്. ഇപ്പം ഇവിടെ വന്നു മോളിലെ ക്രൂ ഇവിടെ നിങ്ങളെ കൊണ്ടുവന്ന ആൾക്കാർ പെട്ടെന്ന് ചോദിക്കണം. അവരിങ്ങനെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മോള് വല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ മോളോട് ഇതായി പോകും. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് അവിടെ അന്തരീക്ഷം കറക്റ്റ് ആണെങ്കിൽ നമ്മളെല്ലാം ക്ലിയർ ആയിരിക്കും. ഇത് ഏത് ജോലി സ്ഥലമാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു കുട്ടൻസ്. അപ്പൊ ഇത്രയും നാളായിട്ടും ഇത്രയും വർഷമായിട്ടും നിങ്ങൾ ആക്റ്റീവായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് അതിന്റെ ഒക്കെ ഒരു ബാഗൊക്കെ ഇതായിരിക്കും. നമുക്ക് കംഫർട്ടാണ്, നമുക്ക് ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഒരുമ്പെട്ടവൻ എന്ന സിനിമ, ഒരുമ്പെട്ടവൻ ഒരു സാധാരണക്കാരൻ എന്ന ഈ ഒരു സിനിമ റിലീസ് ആവുകയാണ്. അപ്പോൾ ഏറ്റവും അടുത്ത് റിലീസ് ആവുന്ന ഈ ഒരു സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.